എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം 4ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. എടമുട്ടം ലയൺസ് ഹാളിൽ ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സംഘടനയാണ് സാധാരണ ഉണ്ടാവുന്നത്. കുടുംബശ്രീയായാലും അപ്പുറത്തായാലും അതിന് ബന്ധപ്പെട്ട സംഘടനയായാലും സ്വയം സഹായ സംഘടനകൾ കൂടുതലാണ്. ഏതായാലും എല്ലാവർക്കും സംഘടന നല്ലതാണ് അല്ലേ? പുരുഷന്മാർക്ക് സംഘടന നല്ലതാണ്. അപ്പോൾ പുരുഷന്മാരുടെ സംഘടന നല്ലപോലെ ശ്രദ്ധ ആകർഷിക്കുന്ന സംഘടന, നല്ലപോലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നേതാക്കന്മാരായി ഈ സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് സമ്പന്നമായ സംഘടന, അത് നിരവധിയായിട്ടുള്ള പരിപാടി ഇനിയും നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇന്ന് 280ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. മിടുക്കരായ കുട്ടികളെ, ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. എനിക്കത് കേരളത്തിലെ ഏറ്റവും വലുതായ ബൃഹത്തായ പ്രത്യേകത അല്ലെങ്കിൽ പരിപാടി എന്നൊക്കെ പറയുന്നത് സൂചിപ്പിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്ക് ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ട് സമ്പന്നമാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം. മറ്റൊരാൾക്കാർക്കും അങ്ങനെയില്ല. ഞങ്ങൾ തൊട്ടടുത്ത അവസരത്തിൽ 2-3 മാസം മുമ്പ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മറ്റ് പ്രദേശങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നു, കാണാൻ പോയിരുന്നു, പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഉൾപ്പെടെ അവിടെയൊക്കെ കുട്ടികളാണ് അവിടെ ഈ ഹോട്ടലിലെ സാധനങ്ങൾ അത്യാവശ്യങ്ങളിലൊക്കെ എത്തിക്കുന്ന, അതുപോലെ അടുക്കളയിൽ പാത്രം കഴുകുന്ന തുടങ്ങിയിട്ടുള്ള ജോലി ചെയ്യുന്ന കുട്ടികളാണ്. ചില പെട്രോൾ പമ്പുകളിൽ പോയപ്പോഴും ഞങ്ങൾ കണ്ട ചെറിയ കുട്ടികളെ കണ്ടു, 14-15 വയസ്സായ കുട്ടികളൊക്കെ. നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിനുള്ള സാധ്യതയില്ല. നമ്മുടെ കുട്ടികൾ, അത് പണമുണ്ടായാലും പണമില്ലെങ്കിലും, എത്ര ദാരിദ്ര്യാവസ്ഥയാണ് നമ്മുടെ രക്ഷിതാക്കൾക്കാണെങ്കിലും അവരുടെ കുട്ടികളെ എവിടെ പോയി പഠിപ്പിക്കും. തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ അവർക്ക് മിനിമം കിട്ടേണ്ട വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന ആളുകളാണ് നമ്മൾ. വൈസ് പ്രസിഡന്റ് MV നൌഷാദ് അധ്യക്ഷനായി. മുൻ മന്ത്രി VS സുനിൽകുമാർ മുഖ്യാതിഥിയായി. ബാലസാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ജയരാജ് മിത്ര കുട്ടികളുമായി സംവദിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് പഠനോപകരണ വിതരണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ശക്തിധര പണിക്കർ മെമ്മോറിയൽ പുരസ്കാരം ഇ.ടി. ടൈസൺ MLA, VS സുനിൽകുമാർ, മധു ശക്തിധര പണിക്കർ എന്നിവർ ചേർന്ന് നൽകി. എടമുട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പിന്റെ സെക്രട്ടറി ബെന്നി ആലപ്പാട്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ നൌഷാദ് പാട്ടുകുളങ്ങര, ട്രഷറർ PM ആദർശ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, വലപ്പാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ശില്പി UK വത്സനെ, കാർത്തികേയൻ വലപ്പാടിനെയും ചടങ്ങിൽ ആദരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.